ഞായറാഴ്ച രാവിലെയായിരുന്നു അത്. സൂര്യൻ ജനാലയിലൂടെ എത്തിനോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ 5 വയസ്സുകാരനായ ബെൻസൺ എഴുന്നേൽക്കാൻ തയ്യാറായിരുന്നില്ല. അവൻ തന്റെ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടന്നു. എനിക്കിന്ന് പള്ളിയിൽ പോകണ്ട, അവൻ പതുക്കെ പിറുപിറുത്തു. അപ്പോഴാണ് അമ്മ സൂസി മുറിയിലേക്ക് വന്നത്. അമ്മയുടെ കയ്യിൽ ബെൻസണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നീല ഷർട്ടുണ്ടായിരുന്നു. എന്റെ മോൻ എഴുന്നേറ്റില്ലേ? നമുക്കിന്ന് പള്ളിയിൽ പോയി യേശുവിനെ സ്തുതിക്കണ്ടേ? അമ്മ സ്നേഹത്തോടെ ചോദിച്ചു. ബെൻസൺ മുഖം തിരിച്ചു. ബെൻസന്റെ ശബ്ദം കേട്ട് അമ്മാമ്മ ഗ്രേസി അങ്ങോട്ട് വന്നു. അമ്മാമ്മയുടെ കയ്യിൽ ഒരു വലിയ ബൈബിൾ ഉണ്ടായിരുന്നു. എന്താ ബെൻസൺ കുട്ടാ, പള്ളിയിൽ പോകാനൊരു മടി? അമ്മാമ്മ അവന്റെ കട്ടിലിന്റെ അരികിൽ വന്നിരുന്നു. ബെൻസൺ അമ്മാമ്മയുടെ മടിയിലേക്ക് തലചായ്ച്ചു. അമ്മേ, എന്തിനാണ് നമ്മൾ എപ്പോഴും പള്ളിയിൽ പോകുന്നത്? അവിടെ നമ്മൾ കാണാത്ത ഒരാളെയല്ലേ വിളിക്കുന്നത്? ബെൻസൺ സംശയത്തോടെ സൂസിയോട് ചോദിച്ചു. സൂസി അവന്റെ അരികിൽ വന്നിരുന്ന് അവന്റെ കൈകൾ ചേർത്ത് പിടിച്ചു. അമ്മാമ്മ ജനാലയ്ക്ക് പുറത്തുള്ള മനോഹരമായ പൂക്കളും മരങ്ങളും ബെൻസന് കാണിച്ചു കൊടുത്തു. നോക്കൂ മോനെ, ഈ ലോകവും അതിലുള്ള സകലതും ഉണ്ടാക്കിയത് യേശുവാണ്. മഴവില്ലും നക്ഷത്രങ്ങളും എല്ലാം അവന്റെ സൃഷ്ടിയാണ്. അവനാണ് ഏക സത്യദൈവം, അമ്മാമ്മ പറഞ്ഞു. സൂസി ബെൻസനെ കെട്ടിപ്പിടിച്ചു. മറ്റ് ദൈവങ്ങളെപ്പോലെയല്ല യേശു. നമ്മെ ഒരുപാട് സ്നേഹിക്കുന്ന, നമ്മളോട് എന്നും സത്യം മാത്രം സംസാരിക്കുന്ന ദൈവമാണവൻ. അതുകൊണ്ടാണ് യേശുവാണ് ഏക സത്യദൈവം എന്ന് നമ്മൾ പറയുന്നത്, അമ്മ വിശദീകരിച്ചു. അമ്മാമ്മ തന്റെ ബൈബിളിലെ ഒരു ചിത്രം ബെൻസന് കാണിച്ചു കൊടുത്തു. യേശു കുഞ്ഞുങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അവൻ എല്ലാവർക്കും നന്മ ചെയ്തു. നമ്മെ രക്ഷിക്കാൻ വന്ന ഒരേയൊരു ദൈവം യേശുവാണ്, അമ്മാമ്മ പറഞ്ഞു. ബെൻസൺ ആ ചിത്രത്തിൽ വിരലോടിച്ചു. അപ്പോൾ യേശു എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവുമോ അമ്മാമേ? ബെൻസൺ ചോദിച്ചു. തീർച്ചയായും, നീ എവിടെ പോയാലും യേശു നിന്റെ കൂടെയുണ്ടാകും, അമ്മാമ്മ ഉറപ്പു നൽകി. ബെൻസൺ വേഗം എഴുന്നേറ്റ് തന്റെ ഷർട്ട് ധരിക്കാൻ തുടങ്ങി. സൂസിയും ഗ്രേസിയും ബെൻസണെയും കൂട്ടി പള്ളിയിലേക്ക് നടന്നു. വഴിയിലെ പൂമ്പാറ്റകളെ കണ്ടപ്പോൾ ബെൻസൺ പറഞ്ഞു, അമ്മേ, ഈ പൂമ്പാറ്റയെ ഉണ്ടാക്കിയതും നമ്മുടെ സത്യദൈവമായ യേശു തന്നെയല്ലേ? അമ്മ ചിരിച്ചുകൊണ്ട് അതേ എന്ന് തലയാട്ടി. അവർ പള്ളിയിലെത്തിയപ്പോൾ ബെൻസൺ വലിയ സന്തോഷത്തിലായിരുന്നു. അവൻ അമ്മാമ്മയുടെ കൈപിടിച്ച് പള്ളിക്കുള്ളിലേക്ക് കയറി. എനിക്ക് യേശുവിനെ ഒരുപാട് ഇഷ്ടമാണ് അമ്മാമ്മേ, അവൻ ഉറക്കെ പറഞ്ഞു. അമ്മാമ്മ അവനെ നോക്കി കണ്ണിറുക്കി ചിരിച്ചു.